നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ട്, 80കളിൽ ജനിച്ചവർ കുറേയേറെ മാറ്റങ്ങളെ അവർ നേരിൽ കണ്ടവരാണെന്ന്. അക്കാലത്തൊക്കെ പായ സ്വന്തമായിട്ടുണ്ടാവുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പ്രിന്റോസ് ബുക്സ് പബ്ലിഷ് ചെയ്ത രാവുണ്ണി മാഷ്ടെ രാ എന്ന കവിതാ സമാഹാരത്തിൽ അത്തരമൊരു കവിതയെ പരിചയപ്പെടുത്താം. പായ നെയ്യുന്ന പറങ്ങോടന്റെ ഇറയം കണ്ടിട്ട് മതിയായിട്ടില്ല ഇതേവരെ. പല വലിപ്പങ്ങളിൽ, പല ഷേലുകളിൽ, മിതിപ്പായ, കിടപ്പായ, ചവിട്ടിപ്പായ, മറപ്പായ എല്ലാം ഞാൻ കൊതിയോടെ കണ്ടു നിൽക്കും. പായ മേടിക്കാൻ കണ്ടശാങ്കടവങ്ങാടിന്ന് കച്ചവടക്കാർ വരും. വില പേശി ഉറപ്പിച്ച് ചുരുട്ടിക്കെട്ടി വഞ്ചി കയറ്റി കൊണ്ടുപോകും. സ്കൂളിൽ നിന്ന് വരുമ്പം ഞാൻ നോക്കി നിൽക്കും. കീശയിൽ കാശില്ല, വില പേശാൻ അറിയില്ല. ചെറ്റപ്പെരയിലെ 7ാം ക്ലാസ്സുകാരനെ നോക്കി നിൽക്കാനല്ലേ ഒക്കൂ. കുറേ നേരം നോക്കി നിൽക്കണ കണ്ടാൽ പറങ്ങോടെന്റെ തള്ളച്ച് ചീത്ത പറഞ്ഞു കൊടുക്കും. എൻ്റെ കണ്ണു പറ്റാണ്ടിരിക്കാൻ. ഉള്ളത് പറയാലോ, എൻ്റെ കുടിയില് 2 പായേ ഉള്ളൂ. ഇള്ളേല് നല്ലത് അമ്മ അച്ഛനെ വിരിച്ചു കൊടുക്കും. പിന്നെ ഒരെണ്ണത്തിൽ ഞങ്ങൾ 5 മക്കളും അമ്മയും. അതാവട്ടെ ഞങ്ങളുടെ ചോരണ കൂര പോലെ വട്ടം തുണ്ടം പോതും പൊത്തും. പിള്ളാര് മുള്ളി മുള്ളി പായ പൊടിഞ്ഞു പോയിന്ന് അമ്മ പ്രാകും തോറും മൂത്രം മുള്ളലേറും. മുള്ളും തോറും പായും ചാണകനിലവും പാതാളമാവും. ചുരുണ്ടൂടാൻ ഒരു പായത്തുണ്ട് കിട്ടാൻ ഞങ്ങൾ തമ്മീ തല്ലും. അച്ഛൻ ചുമയ്ക്കും, അമ്മ പിന്നെയും പ്രാകും. ഞങ്ങളുടെ ഒറ്റമുറി കുടിയില് എത്ര പേരാ താമസെന്ന വിചാരം? 100 കൂട്ടം മുറുമ്പോള് വരും. അവറ്റെ തിന്നാൻ പാറ്റെ തിന്നാൻ പല്ലിനെയും പുഴുവിനെയും കോഴിക്കുട്ടിയോളെയും തിന്നാൻ തേവി, നീർക്കോലി, ചേര, മൂർഖൻ. പാമ്പിനെ പിടിക്കാൻ കീരിയെ പിടിക്കാൻ പെരിച്ചാഴി. ചാണകത്തറയിൽ ആളൊഴിഞ്ഞ നേരമില്ല. ഇതിങ്ങടെ ഇടയിൽ വേണം എഴടല് കഴിയാൻ. ഒന്നും കൊതിക്കാൻ പാടില്ല ചെറ്റപ്പെരയിലെ പിള്ളാര്. ഞാനും അനിയത്തിയും കൂടി സ്കൂളിൽ നിന്ന് വരുവാണ്. പറങ്ങോടന്റെ പടിക്കലെത്തിയപ്പോ കാലുമ്മേ അമ്മിക്കുഴ കെട്ടിയ പോലെ ഞാൻ നിന്നുപോയി. ഇറയത്തൊരു മിന്നായം, നിറയെ പായകള്. എന്തൊരു ശേലാന്നോ, വേല വന്ന പോലെ. റോഡിന്റെ അപ്പുറത്ത് എന്തോ കണ്ട് ഞാൻ ദേ പോണേന്നും പറഞ്ഞ അനീത്തി കുട്ടി ഒരു പാച്ചില് പാഞ്ഞതും കെട്ടുപൊട്ടിച്ചു വന്നൊരു പാണ്ടൻ ലോറി അവളെ ചവിട്ടി നിന്നതും മോളേന്ന് വിളിച്ച് ലോറിക്കാരൻ ചാടിയിറങ്ങിയതും ആൾക്കാര് നിലോളിച്ചോടിക്കൂടിയതും റോട്ടിൽ നിന്ന് കോരിക്കൊണ്ടോയ അനീത്തിനെ പിറ്റേന്ന് പായിൽ പൊതിഞ്ഞാണ് കൊണ്ടുവന്നത്. ഓട്ടില്ലാത്ത 2 കിടുക്കൻ പായല്. വലിയ ബഹളാർന്നേ. നിന്നോരും വന്നോരും പോയവരും വാവിട്ട് നിലവിളിച്ചേ. അനീത്തിനെ പൊതിഞ്ഞു കൊണ്ടുവന്ന പായയിലേക്കായിരുന്നു കണ്ണീരിന്റെ ഇടയിൽ കൂടെ എൻ്റെ നോട്ടം. തെക്കോറത്തായിരുന്നു നീളത്തെ കുഴി കുത്തിയത്. അനീത്തിയും അവളുടെ ഉടുപ്പാളെയും പായോളെയും എല്ലാം ഒന്നിച്ചടക്കി. നിലവിട്ട് ഞാൻ നിലവിളിച്ച് ഒരു പായ എന്നത് ജീവിച്ചിരിക്കുമ്പോ കിട്ടാണ്ട് മരിച്ചങ്ങോട്ട് പോകുമ്പോ കൂടെ കുഴിക്ക് വെച്ചിട്ട് നമുക്കെന്താ കാര്യം? ജീവിച്ചിരിക്കുമ്പോഴല്ലേ നമുക്കതൊക്കെ വേണ്ടു. എല്ലാവർക്കും സ്നേഹം.